മീസോമെറിക് ഇഫക്റ്റ് അഥവാ റെസൊണൻസ് ഇഫക്റ്റ് ആണ്. കുറച്ച് നിങ്ങൾക്ക് തല ഭ്രാന്താവണ ഒരു ഇഫക്റ്റ് ആണ്. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് എല്ലാം ഭ്രാന്താവും. എന്നാലും നമുക്കിത് നോക്കാം. ഓക്കെ ഓക്കെ മീസോമെറിക് ഇഫക്റ്റ് അല്ലെങ്കിൽ റെസൊണൻസ് ഇഫക്റ്റ് എന്ന് പറയും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ മീസോമെറിക് ഇഫക്റ്റ് അല്ലെങ്കിൽ റെസൊണൻസ് ഇഫക്റ്റ് എന്ന് പറയും. മീസോമെറിക് ഇഫക്റ്റ് അല്ലെങ്കിൽ റെസൊണൻസ് ഇഫക്റ്റ്. മീസോമെറിക് ഇഫക്റ്റിനെ എം ഇഫക്റ്റ് എന്ന് ചില ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിനെ പറയുന്ന പേര് റെസൊണൻസ് ഇഫക്റ്റ്. ഓർഗാനിക് കെമിസ്ട്രി റിവിഷൻ ആണ് നടക്കുന്നത്. ഓർഗാനിക് കെമിസ്ട്രി റിവിഷൻ ആണ് നടക്കുന്നത്. ഇവിടെ ഇന്നത്തെ കണ്ടന്റിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാനുണ്ട്. ജസ്റ്റ് ഒന്ന് രണ്ട് കാര്യങ്ങൾ. റെഡിയല്ലേ? റെഡിയല്ലേ? യെസ്, ഹിയർ വി ഗോ. ഒന്നാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾ പറയണം. പിന്നെ കോൺജുഗേറ്റഡ് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾ പറയണം. പിന്നെ ഇന്നലെ എടുത്തു തന്നതുപോലെ സിംഗിൾ ബോണ്ടിൽ എന്തുണ്ടാവും, എന്ത് ഇലക്ട്രോൺസ് ഉണ്ടാവും, ഡബിൾ ബോണ്ടിൽ എന്തുണ്ടാവും, ട്രിപ്പിൾ ബോണ്ടിൽ എന്തുണ്ടാവും. ഇത്രയും ബേസിക്സ് അറിഞ്ഞാലാണ് മീസോമെറിക് ഇഫക്റ്റ് നമുക്ക് നല്ല വൃത്തിയായിട്ട് പഠിക്കാൻ പറ്റുക. ഇത്രയും ബേസിക്സ് അറിയണം. ഓക്കെ, ഇനി എന്തായാലും ഞാൻ നിങ്ങളുടെ ഉത്തരം കാത്തു നിൽക്കുന്നില്ല. ലെറ്റ് മീ ടെൽ ദ ട്രൂത്ത്. എന്താണ് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്? എന്താണ് അൺസാച്ചുറേഷൻ? Can anyone say മൾട്ടിപ്പിൾ ബോണ്ടിന്റെ പ്രസൻസ്. മൾട്ടിപ്പിൾ ബോണ്ടുകൾ ഉണ്ടെങ്കിൽ, അതായത് ഡബിളോ ട്രിപ്പിളോ ബോണ്ട് ഉണ്ടെങ്കിൽ, ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടിന്റെയോ പ്രസൻസ് ഉണ്ടെങ്കിൽ, അത് ഊർവിക ഒരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. ആദിത്യശ്രീ അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. കോമ്പൗണ്ട് വിത്ത് മൾട്ടിപ്പിൾ ബോണ്ട് ഈസ് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്. മൾട്ടിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ടിനെ നമ്മൾ പറയുന്നതാണ് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ, മൾട്ടിപ്പിൾ ബോണ്ട് എന്ന് വെച്ചാൽ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക, അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്. ഇനി എന്താ കോൺജുഗേറ്റഡ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട്സ്. ആൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട് ഉണ്ടാവും. അതെന്താണ് ഞാൻ എഴുതി കാണിച്ചു തരാം. ആൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട്സ് ഉണ്ടെങ്കിൽ അതിന് യശസ്വിനി എന്ന് കയറിയുണ്ടല്ലോ. ആൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, കോൺജുഗേറ്റഡ് സിസ്റ്റം. ഇനി ഇന്നലെ ഞാൻ പഠിപ്പിച്ചതാണ് സിംഗിൾ ബോണ്ട് എന്ന് വെച്ചാൽ സിഗ്മ ബോണ്ട് മാത്രമാണ്. ഡബിൾ എന്ന് വെച്ചാൽ ഒരു സിഗ്മയും ഒരു പൈയും. ട്രിപ്പിൾ എന്ന് വെച്ചാൽ ഒരു സിഗ്മയും രണ്ട് പൈ. സിംഗിൾ ബോണ്ട് എന്ന് വെച്ചാൽ സിഗ്മ, ഡബിൾ ബോണ്ട് എന്ന് വെച്ചാൽ ഒരു സിഗ്മയും, ദിസ് ഇസ് സിഗ്മ. സിംഗിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ സിഗ്മ, ഡബിൾ ബോണ്ട് എന്ന് വെച്ചാൽ ഒരു സിഗ്മയും ഒരു പൈയും. സിംഗിൾ ബോണ്ട് എന്ന് വെച്ചാൽ സിഗ്മ, ഡബിൾ ബോണ്ട് എന്ന് വെച്ചാൽ ഒരു സിഗ്മയും ഒരു പൈയും. ട്രിപ്പിൾ ബോണ്ട് എന്ന് വെച്ചാൽ ഒരു സിഗ്മയും രണ്ട് പൈയും. ട്രിപ്പിൾ ബോണ്ട് എന്ന് വെച്ചാൽ ഒരു സിഗ്മയും രണ്ട് പൈയും. ട്രിപ്പിൾ ബോണ്ട് എന്ന് വെച്ചാൽ ഒരു സിഗ്മയും രണ്ട് പൈയും. സിംഗിൾ ബോണ്ട് എന്ന് വെച്ചാൽ ഒരു സിഗ്മ, ഡബിൾ ബോണ്ട് എന്ന് വെച്ചാൽ ഒരു സിഗ്മയും ഒരു പൈയും. ട്രിപ്പിൾ ബോണ്ട് എന്ന് വെച്ചാൽ ഒരു സിഗ്മയും രണ്ട് പൈയും. ഒരു സിഗ്മയും രണ്ട് പൈയും. ഇന്ന് മഞ്ജു കയറിയിട്ടില്ലേ ക്ലാസ്സില്? ഓക്കെ, ഉണ്ടോ? ഓക്കെ, ലേമോളുണ്ടല്ലോ. അനക അപ്പോഴേ വീഡിയോ ഓഫ് ചെയ്തിട്ട് പിന്നെ കയറിയില്ലേ? അനക മോളെ. മുഹമ്മദ് ഫർഹാൻ, പ്ലീസ് പുട്ട് ഓൺ യുവർ വീഡിയോ. മുഹമ്മദ് ഫർഹാൻ, പ്ലീസ് പുട്ട് ഓൺ യുവർ വീഡിയോ. യെസ്, ഹിയർ വി ഗോ. ഇത് സെറ്റായി. ഓക്കെ, ഇനി നോക്ക് അർജുൻ, ശ്രദ്ധിക്ക്.
സിംഗിൾ ബോണ്ട് എന്ന് വെച്ചാൽ സിഗ്മ, ഡബിൾ ബോണ്ട് എന്ന് വെച്ചാൽ സിഗ്മയും പൈയും, ട്രിപ്പിൾ ബോണ്ട് എന്ന് വെച്ചാൽ ഒരു സിഗ്മയും 2 പൈയും. ഇനി സാറ് പറയുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ ഞാൻ വരച്ചിരിക്കുന്ന സാധനത്തിന്റെ പേരാണ് ബെൻസീൻ. ഇപ്പോൾ ഞാൻ വരച്ചിരിക്കുന്ന സാധനത്തിന്റെ പേരാണ് ബെൻസീൻ. ഇപ്പോൾ ഞാൻ വരച്ചിരിക്കുന്ന സാധനത്തിന്റെ പേരാണ് ബെൻസീൻ, അല്ലേ? ആണോ? ഞാൻ പറയും ബെൻസീൻ ഒരു അൺസാച്ചുറേറ്റഡ് സിസ്റ്റം ആണെന്ന് ഞാൻ പറയും. സേ യെസ് ഓർ നോ. ബെൻസീൻ ഒരു അൺസാച്ചുറേറ്റഡ് സിസ്റ്റം ആണെന്ന് ഞാൻ പറയും. ബെൻസീൻ ഒരു അൺസാച്ചുറേറ്റഡ് സിസ്റ്റം ആണെന്ന് ഞാൻ പറയും. ബെൻസീൻ ഒരു അൺസാച്ചുറേറ്റഡ് സിസ്റ്റം ആണെന്ന് ഞാൻ പറയും. കാരണം മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ട്. മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ആൻ അൺസാച്ചുറേറ്റഡ് സിസ്റ്റം. ദിസ് ഈസ് നോട്ട് ഓൺലി അൺസാച്ചുറേറ്റഡ് ബട്ട് ഓൾസോ കോൺജുഗേറ്റഡ് സിസ്റ്റം. This is an unsaturated conjugated system. Why it is called as conjugated? ഒന്നിടവിട്ട ഡബിൾ ബോണ്ട്. നോക്ക്, ഡബിൾ ബോണ്ട്, പിന്നെ സിംഗിൾ, പിന്നെ ഡബിൾ, പിന്നെ സിംഗിൾ, പിന്നെ ഡബിൾ, പിന്നെ സിംഗിൾ, പിന്നെ ഡബിൾ. ഒന്നിടവിട്ട ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ടിനെ നമ്മൾ പറയുന്ന പേര് കോൺജുഗേറ്റഡ് സിസ്റ്റം. ഒന്നിടവിട്ട ഡബിൾ ബോണ്ട്. ആസിഫെ ശ്രദ്ധിക്കണം. ഒന്നിടവിട്ട ഡബിൾ ബോണ്ട്, ആൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട്. സ്മീരജ് കേൾക്കണ്ട? അർജുൻ? യെസ്. ഒന്നിടവിട്ട ഡബിൾ ബോണ്ട്, ഒന്നിടവിട്ട ഡബിൾ ബോണ്ട്, ആൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട്. ഫർഹാനെ, വെരി സോറി, ഐ എം ഗോയിങ് ടു റിമൂവ് യു ആസ് യു ആർ അറ്റൻഡിങ് ദ ക്ലാസ് വിത്തൗട്ട് വീഡിയോ. ഗുഡ്, മതി. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോ ഒന്നിടവിട്ട ഡബിൾ ബോണ്ടിനെയാണ് കോൺജുഗേറ്റഡ് സിസ്റ്റം എന്ന് പറയുക. ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടെങ്കിൽ അതിനെ അൺസാച്ചുറേറ്റഡ് എന്ന് പറയും. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു തന്നു, ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടെങ്കിൽ, ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടെങ്കിൽ അവിടെ നിവേദിത നോക്ക്, അവിടെ എന്ത് ഇലക്ട്രോൺസ് ഉണ്ട്? 5 ഇലക്ട്രോൺസ് ഉണ്ട്. നമ്മൾ തൊട്ട് മുന്നത്തെ ക്ലാസ്സില് ഇന്നലെ പഠിച്ച ഇൻഡക്റ്റീവ് ഇഫക്റ്റില് സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. ഇന്നലെ നമ്മൾ പഠിച്ച ഇൻഡക്റ്റീവ് ഇഫക്റ്റില് സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. സിംഗിൾ ബോണ്ടിലുള്ളവിടെ എന്താണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്, എന്താണ് ഒഴുകുന്നത്, എന്താണ് മൂവ് ചെയ്യുന്നത്? സിഗ്മ ഇലക്ട്രോൺസ്. Migration of sigma electrons along the carbon chain is called as inductive effect due to the presence of an electronegative element. ഒരറ്റത്ത് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അതിന്റെ പ്രസൻസിന്റെ ഭാഗമായിട്ട് സിഗ്മ ഇലക്ട്രോൺസിന്റെ ഒഴുക്ക് സംഭവിക്കുമ്പോൾ ആ ഇഫക്റ്റിനെ നമ്മൾ പറയും ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. ഇതാണ് ഇന്നലെ പഠിച്ചത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മീസോമെറിക് അഥവാ റെസൊണൻസ് ഇഫക്റ്റ്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ഒരു അൺസാച്ചുറേറ്റഡ് കോൺജുഗേറ്റഡ് സിസ്റ്റം. അൺസാച്ചുറേറ്റഡ് എന്ന് വെച്ചാൽ ഡബിൾ ബോണ്ടിന്റെയോ ട്രിപ്പിൾ ബോണ്ടിന്റെയോ പ്രസൻസ് ഉള്ള സിസ്റ്റം. മൾട്ടിപ്പിൾ ബോണ്ടിന്റെ അംശമുള്ള സിസ്റ്റം, മൾട്ടിപ്പിൾ ബോണ്ടിന്റെ പ്രസൻസ് ഉള്ള സിസ്റ്റം. ഡബിൾ ബോണ്ടിന്റെയോ ട്രിപ്പിൾ ബോണ്ടിന്റെയോ പ്രസൻസ് ഉള്ള സിസ്റ്റം. ഡബിൾ ബോണ്ടിന്റെയോ ട്രിപ്പിൾ ബോണ്ടിന്റെയോ പ്രസൻസ് ഉള്ള സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? അൺസാച്ചുറേറ്റഡ് സിസ്റ്റം. ഒന്നിടവിട്ട ഡബിൾ ബോണ്ട് ഉള്ള സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് കോൺജുഗേറ്റഡ് സിസ്റ്റം. സോ ബെൻസീൻ ഈസ് ആൻ അൺസാച്ചുറേറ്റഡ് കോൺജുഗേറ്റഡ് സിസ്റ്റം. അൺസാച്ചുറേറ്റഡ് എന്ന് പറയാൻ കാരണം മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ട്. കോൺജുഗേറ്റഡ് എന്ന് പറയാൻ കാരണം ഒന്നിടവിട്ട ആൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട് ഉണ്ട്. ഒന്നിടവിട്ട, ഡബിൾ കഴിഞ്ഞാൽ സിംഗിൾ, സിംഗിൾ കഴിഞ്ഞാൽ ഡബിൾ, ഡബിൾ കഴിഞ്ഞാൽ സിംഗിൾ, സിംഗിൾ കഴിഞ്ഞാൽ ഡബിൾ, ഇങ്ങനെ പോകുന്നതിനെയാണ് വാട്ട് വി കോൾ ആസ് ആൾട്ടർനേറ്റ് സിംഗിൾ ബോണ്ട്. ആൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട് കേട്ടോ, ആൾട്ടർനേറ്റ് സിംഗിൾ ബോണ്ട് അല്ല, ആൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട് ഉള്ള സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? കോൺജുഗേറ്റഡ് സിസ്റ്റം. കോൺജുഗേറ്റഡ് സിസ്റ്റം. അപ്പൊ എന്റെ പൊന്നു മക്കൾ മനസ്സിലാക്കേണ്ടത്, ആൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട് ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക? കോൺജുഗേറ്റഡ് സിസ്റ്റം. കോൺജുഗേറ്റഡ് സിസ്റ്റം. പൊന്നു മക്കൾ മനസ്സിലാക്ക്, ഒന്നിടവിട്ട ഡബിൾ ബോണ്ട്, ഒന്നിടവിട്ട ഡബിൾ ബോണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? കോൺജുഗേറ്റഡ് സിസ്റ്റം.
അപ്പൊ ഇവരിവിടെ പറയുന്നത് ഈ ഡബിൾ ബോണ്ടിൽ പൈ ഇലക്ട്രോൺസ് ഉണ്ട്, ഇല്ലേ? പൈ ഇലക്ട്രോൺസ് ഉണ്ട്. ഇവിടെ നടക്കുന്നത് മൈഗ്രേഷൻ ഓർ ഡീലോക്കലൈസേഷൻ. ഡീലോക്കലൈസേഷൻ പറഞ്ഞാൽ അലഞ്ഞു തിരിയ. മൈഗ്രേഷൻ പറഞ്ഞ മൂവ്മെന്റ്. ആരുടെ മൂവ്മെന്റ്? ഓഫ് പൈ ഇലക്ട്രോൺസ്. എവിടെ? എലോങ് ആൻഡ് unsaturated conjugated system which makes the compound polar. ഇതിന്റെ ഭാഗമായിട്ട് ആ കോമ്പൗണ്ട് പോളാർ ആകും. which makes the compound polar. പോളാർ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടില് ഡബിൾ ബോണ്ടിന്റെ ഇടയ്ക്ക് ട്രിപ്പിൾ ബോണ്ട് വന്നാൽ പിന്നെ അതിനെ കോൺജുഗേറ്റഡ് സിസ്റ്റം എന്ന് പറയാൻ പറ്റും. ഒന്നുകിൽ ആൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ട്രിപ്പിൾ ബോണ്ട്. യശസ്വിനി, ഐ തിങ്ക് യു ഗോട്ട് ദ പോയിന്റ്. ഒന്നുകിൽ ആൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ട്രിപ്പിൾ ബോണ്ട് വരുമ്പോഴാണ് വി വിൽ കോൾ ഇറ്റ് ആസ് കോൺജുഗേറ്റഡ് സിസ്റ്റം. യശസ്വിനി ചോദ്യം ചോദിച്ചിട്ട് ഉറങ്ങിയ? യെസ്, ഓക്കെ, ഗുഡ്. പൊന്നു മക്കൾ മനസ്സിലായോ സാർ പറഞ്ഞത്? ക്ലിയർ ആയോ? അപ്പൊ എന്താ ഈ ഇഫക്റ്റിനെയാണ്, ദിസ് ഇഫക്റ്റ് ഈസ് കോൾഡ് ആസ് റെസണൻസ് ഇഫക്റ്റ്, മീസോമെറിക് ഇഫക്റ്റ്. വളരെ ഭംഗി. ഇന്നലെ നമ്മൾ പഠിച്ചത് സിംഗിൾ ബോണ്ടാണ്. സിംഗിൾ ബോണ്ടിലുള്ള ഇലക്ട്രോൺസ് എന്താണ്? സിഗ്മ ഇലക്ട്രോൺസ് ആണ്. സിംഗിൾ ബോണ്ടിലുള്ള ഇലക്ട്രോൺസ് എന്താണ്? സിഗ്മ ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, സിംഗിൾ ബോണ്ടിലുള്ള ഇലക്ട്രോൺ എന്താണ്? സിഗ്മ ഇലക്ട്രോൺ ആണ്. ഇന്നലെ നമ്മൾ പഠിച്ച ഇൻഡക്റ്റീവ് ഇഫക്റ്റില് എന്താണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്, എന്താണ് ഒഴുകുന്നത്? സിഗ്മ ഇലക്ട്രോൺസ്, സിംഗിൾ ബോണ്ട്. അതിനെ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ പഠിച്ച കോമ്പൗണ്ട് അൺസാച്ചുറേറ്റഡ് എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ബോണ്ടിന്റെ പ്രസൻസ് ഉള്ള. കോൺജുഗേറ്റഡ് എന്ന് വെച്ചാൽ ഒന്നിടവിട്ട് ഡബിൾ ബോണ്ട് ഉള്ള അൺസാച്ചുറേറ്റഡ് കോൺജുഗേറ്റഡ് സിസ്റ്റത്തില് പൈ ഇലക്ട്രോൺസിന്റെ ഡീലോക്കലൈസേഷൻ, മൈഗ്രേഷൻ. മറ്റെവിടെ സിഗ്മ ഇലക്ട്രോൺസ് ഒഴുകിയതുപോലെ ഇവിടെ ആരാ ഒഴുകുക? പൈ ഇലക്ട്രോൺസ് എവിടെ ഉണ്ടാവുക? ഡബിൾ ബോണ്ടില് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടില്. സോ ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺസ് എലോങ് ആൻഡ് അൺസാച്ചുറേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ബോണ്ടിന്റെ പ്രസൻസ് ഉള്ള. കോൺജുഗേറ്റഡ് എന്ന് വെച്ചാൽ ഒന്നിടവിട്ട് ഡബിൾ ബോണ്ട് ഉള്ള. ഈ ഒഴുക്കിന്റെ ഭാഗമായിട്ട് പൈ ഇലക്ട്രോൺസിന്റെ ഡീലോക്കലൈസേഷന്റെ ഭാഗമായിട്ട്, പൈ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട്, ആസ് എ റിസൾട്ട് ഓഫ് ദിസ് മൈഗ്രേഷൻ, this compound will become polar in nature. പോളാർ എന്ന് വെച്ചാൽ അതിന്റെ ഉള്ളിൽ തന്നെ ചാർജ് സ്പ്ലിറ്റ് ആവും. പോസിറ്റീവ് പാർട്ടും നെഗറ്റീവ് പാർട്ടും ഉണ്ടാകും. ഈ മൂവ്മെന്റ് നടക്കുമ്പോൾ ആ കോമ്പൗണ്ടിന് ചാർജ് ബിൽഡ് ആവും. പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ HCl ഇങ്ങനെ എഴുതിയാൽ ഇത് പൊട്ടുമ്പോൾ ഇത് പ്ലസും ഇത് മൈനസ് ആവും. ഇങ്ങനെ പ്ലസും മൈനസ് ആവുന്ന സാധനത്തിനാണ് വാട്ട് വി കോൾ ആസ് പോളാർ ഇൻ നേച്ചർ. ഇത് നമ്മൾ ബോണ്ടിങ്ങിൽ പഠിക്കുന്നതാണ്. കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇത് നമ്മൾ പഠിക്കുന്നതാണ്. മഹാറാണി വീഡിയോ ഓൺ ചെയ്യണേ. ഇത് നമ്മൾ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതാണ് പോളാർ. അപ്പൊ ഇനി ദിസ് ഇഫക്റ്റ് ഈസ് കോൾഡ് ആസ് റെസൊണൻസ് ഇഫക്റ്റ് ഓർ മീസോമെറിക് ഇഫക്റ്റ്. പ്ലീസ് നോട്ട്. ഇനി എന്തുകൊണ്ട് ഈ റെസൊണൻസ് ഇഫക്റ്റ് നടക്കണമെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. കുഞ്ഞുമക്കൾ ശ്രദ്ധിച്ചോ. ലെറ്റ് മീ ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് ഫീനോൾ. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ഫീനോൾ. ഈ ഫിനോളില് ഒരു പ്രധാനപ്പെട്ട ആളുണ്ട്, OH ൽ ഓക്സിജൻ പ്രശ്നക്കാരനാണ്. നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം സാറേ, ഇന്നലെ സാറ് പഠിപ്പിച്ച ഇൻഡക്റ്റീവ് ഇഫക്റ്റിന് കാരണം ആ കോമ്പൗണ്ടിന്റെ അറ്റത്തുള്ള, ആ കോമ്പൗണ്ടിന്റെ എൻഡിലുള്ള ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ആയിരുന്നു. സേ യെസ് ഓർ നോ.
സാറേ ഇന്നലെ സാറ് പഠിപ്പിച്ച ഇൻഡക്റ്റീവ് ഇഫക്റ്റിനെ ഇൻസ്റ്റിങ്ക്റ്റ്, പ്രഷർ, ഫോഴ്സ് ഉണ്ടാക്കിയത് ആ കോമ്പൗണ്ടിന്റെ അറ്റത്തുള്ള ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ആയിരുന്നു. ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ആയിരുന്നു. സാർ ഇന്നലെ പഠിപ്പിച്ച ഇൻഡക്റ്റീവ് ഇഫക്റ്റില് ആ മൊത്തം പ്രശ്നത്തിന് കാരണം ഏറ്റവും അറ്റത്തുണ്ടായിരുന്ന ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ആയിരുന്നു. റെസൊണൻസ് ഇഫക്റ്റിന് കാരണം ഒരു എലമെന്റ് കണ്ടോ, ഇങ്ങനെ എവിടുന്നെങ്കിലും എലമെന്റ് ഉണ്ടാവും. എലമെന്റ് വിത്ത് വെറും എലമെന്റ് ഉണ്ടായിട്ട് കാര്യമില്ല. പൊട്ട് കണ്ടോ, പൊട്ടിനെയാണ് നമ്മൾ എന്ത് പറയുക, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. ഈ ഇലക്ട്രോൺ ഇവിടെ സപ്ലൈ ചെയ്തിട്ടാണ് മൈഗ്രേഷൻ നടക്കുക. മൈഗ്രേഷൻ, ഒഴുക്ക്, ഇലക്ട്രോൺസ് ഇങ്ങനെ മൈഗ്രേഷൻ ഒക്കെ നടക്കുക. സോ വാട്ട് ഈസ് ദ റീസൺ? എങ്ങനെ റെസൊണൻസ് എഫക്ട് നടക്കുന്നത്? സംഭവം നമ്മൾ ഡെഫിനിഷൻ പഠിച്ചു. അത് നടക്കാനുള്ള കാരണം പ്രസൻസ് ഓഫ് എലമെന്റ്സ്. ഇതേപോലെ നമ്മൾ അനിലിലും നടക്കും. അനിലിൻ, നോക്ക്, അനിലിൻ. ഇവിടെയും നൈട്രജന്റെ മേലെ എന്തുണ്ട്? ഇലക്ട്രോൺ ഉണ്ട്. യു ഗോട്ട് ഇറ്റ്? ഏതൊക്കെ എലമെന്റ്സ്? ഓക്സിജൻ, നൈട്രജൻ പോലുള്ള ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള എലമെന്റിന്റെ പ്രസൻസിലൂടെയാണ് ഈ റെസൊണൻസ് ഇഫക്റ്റിന് എന്താ പറയുക, ഒരു സ്റ്റാർട്ട് കിട്ടുന്നത്. Hope you have got the exact clarity, my dear students. സ്കൂളിലൊന്നും ഒരിക്കലും റെസൊണൻസ് ഇഫക്റ്റും മീസോമെറിക് ഇഫക്റ്റും ഇത്രയും ക്ലാരിറ്റിയിൽ തരില്ല. ആണോ അല്ലയോ? ഇപ്പോഴല്ലേ ഇത്രയും ലെവലിൽ മനസ്സിലാവുന്നത്. Say yes or no? Yes. Good. ഇങ്ങനെ പഠിക്കുമ്പോൾ ഓർഗാനിക് നല്ല സുഖമില്ലേ? ആണോ അല്ലയോ? യെസ്. Good. Very good. അപ്പൊ ഇനി സാറ് ചോദിക്കാം, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി സാർ റിവൈസ് ചെയ്യാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് യു നീഡ് ടു ടെൽ മീ ദ കറക്റ്റ് ആൻസർ. ഓക്കെ. ദാ സാറ് ചോദിക്കുന്നു, ശ്രദ്ധിച്ചോ. സാറ് ചോദിക്കുന്നു, മൈ ക്വസ്റ്റ്യൻ ഈസ് റെസൊണൻസ് ഇഫക്റ്റ് അല്ലെങ്കിൽ മീസോമെറിക് ഇഫക്റ്റിനെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ ഹൗ യു ക്യാൻ ഡിഫൈൻ? സിമ്പിൾ ആയിട്ട് പറയാം. നമുക്ക് ഈ ഹെഡിങ് എന്താ? ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന മൊത്തം സാധനങ്ങളുടെ ഹെഡിങ് എന്താ? ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോണുകൾ ഒഴുകി ഉണ്ടാകുന്ന റിയാക്ഷൻസ് എന്നാണ്. You got it or not? Yes. അതിൽ ഒന്നാമത്തെ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എങ്ങനെ ഉണ്ടായത്? മൂവ്മെന്റ് ഓഫ് മൈഗ്രേഷൻ ഓഫ് സിഗ്മ ഇലക്ട്രോൺസ്. അഖിൽ കൃഷ്ണ, വെൽക്കം. ഗുഡ് മോർണിംഗ്. യെസ്. അപ്പോ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഉണ്ടായത് ഇൻ എ സാച്ചുറേറ്റഡ് സിസ്റ്റം. സിഗ്മ ഇലക്ട്രോൺ സിംഗിൾ ബോണ്ട് ഉള്ളവിടെയാണ് ഇൻഡക്റ്റീവ് ഇഫക്റ്റിന് കാരണം ആരാ? സിഗ്മ ഇലക്ട്രോൺസ്. മാത്രമല്ല പ്രസൻസ് ഓഫ് ആൻ ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ്. ഇന്നലെ നമ്മൾ പഠിച്ച പോലെ ക്ലോറിൻ പോലുള്ള ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റിന്റെ പ്രസൻസ് കാരണമാണ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഉണ്ടാവുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് റെസൊണൻസ് ഇഫക്റ്റ്. റെസൊണൻസ് ഇഫക്റ്റ് എന്താന്ന് വെച്ചാൽ മൈഗ്രേഷൻ ഓഫ് സിഗ്മ ഇലക്ട്രോൺസ് ആണോ പൈ ഇലക്ട്രോൺസ് ആണോ? പ്ലീസ് പോസ്റ്റ്. റെസൊണൻസ് ഇഫക്റ്റില് മീസോമെറിക് ഇഫക്റ്റില് മൈഗ്രേഷൻ ഓഫ് പൈ ഇലക്ട്രോൺസ് ആണോ സിഗ്മ ഇലക്ട്രോൺസ് ആണോ? വെരി ഗുഡ്. ഇവിടെ സാച്ചുറേറ്റഡ് സിസ്റ്റം ആണോ അൺസാച്ചുറേറ്റഡ് സിസ്റ്റം ആണോ? അൺസാച്ചുറേറ്റഡ് സിസ്റ്റം ആണോ? വെരി ഗുഡ്. ഫാന്റാസ്റ്റിക്. ഇങ്ങനെയൊക്കെ റെസൊണൻസ് ഇഫക്റ്റ് പഠിച്ചാൽ നിങ്ങളൊക്കെ എവിടെ എത്തി? അടിപൊളി. സാച്ചുറേറ്റഡ് സിസ്റ്റം ആണോ അൺസാച്ചുറേറ്റഡ് സിസ്റ്റം ആണോ? വെരി ഗുഡ്. അൺസാച്ചുറേറ്റഡ് സിസ്റ്റം.
അൺസാച്ചുറേറ്റഡ് സിസ്റ്റം. പിന്നെ ഇവിടുത്തെ സിസ്റ്റം എങ്ങനെയായിരിക്കും? ഒന്നിടവിട്ട ഡബിൾ ബോണ്ട് ഉണ്ടാവും. ഒന്നിടവിട്ട ഡബിൾ ബോണ്ടിന് എന്താ പറയുക? വെരി ഗുഡ് യശസ്വിനി, ആദിത്യശ്രീ, ആദിത്യ, പൂർവിക, ഫാന്റാസ്റ്റിക്. അൺസാച്ചുറേറ്റഡ് മാത്രമല്ല, അർജുൻ എന്തെങ്കിലുമൊക്കെ ചാറ്റ് ബോക്സിൽ ഇടണുണ്ടോ? അൺസാച്ചുറേറ്റഡ് മാത്രമല്ല, കോൺജുഗേറ്റഡ് സിസ്റ്റം ഉണ്ടാവും. കോൺജുഗേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിടവിട്ട ഡബിൾ ബോണ്ട്. പിന്നെ ഇവിടെ എന്താണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്? സിഗ്മ ഇലക്ട്രോണോ പൈ ഇലക്ട്രോണോ? അത് നിങ്ങൾ ഓൾറെഡി പറഞ്ഞു. പൈ ഇലക്ട്രോൺസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പൈ ഇലക്ട്രോൺസ്. ഫാന്റാസ്റ്റിക്, വെരി ഗുഡ്. ഇനി എന്റെ ചോദ്യം, ഇൻഡക്റ്റീവ് ഇഫക്റ്റ് സംഭവിക്കാനുള്ള കാരണം presence of an electronegative element. ഇൻഡക്റ്റീവ് ഇഫക്റ്റ് സംഭവിക്കാനുള്ള കാരണം presence of an electronegative element. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, റെസണൻസ് ഇഫക്റ്റ് സംഭവിക്കാനുള്ള കാരണം presence of an element with lone pair of electrons. Say yes or no? റെസണൻസ് ഇഫക്റ്റ് സംഭവിക്കാനുള്ള കാരണം ഓക്സിജൻ, നൈട്രജൻ പോലുള്ള മുകളിൽ കുത്തുള്ള ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള എലമെന്റിന്റെ പ്രസൻസ് കാരണമാണ് ഇവിടെ റെസണൻസ് ഇഫക്റ്റ് സംഭവിക്കുന്നത്, അല്ലെ? മീസോമെറിക് ഇഫക്റ്റ് സംഭവിക്കുന്നത്. ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്, തലയുടെ മേലെ കുത്ത്, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള എലമെന്റ്സ് ഉണ്ട്. ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള എലമെന്റ് ഉണ്ടെങ്കിൽ അവിടെ റെസണൻസ് ഇഫക്റ്റ് നടക്കും എന്നാണ് പറയുന്നത്. യു ഗോട്ട് ഇറ്റ്? ഇനി ഞാൻ പറയാം. Conjugated system, unsaturated system. So here it is oxygen, an element with the lone pair of electrons. As a result of resonance effect, the compound became polar. How many of you agree with me? റെസണൻസ് ഇഫക്റ്റിന്റെ ഭാഗമായിട്ട് ആ കോമ്പൗണ്ട് പോളാർ നേച്ചർ ആവും. പോളാർ നേച്ചർ എന്ന് വെച്ചാൽ പ്ലസും മൈനസും ചാർജുകൾ അകത്ത് തന്നെ ഉണ്ടാകും. ഹൗ മെനി ഓഫ് യു എഗ്രി വിത്ത് മീ? റെസണൻസ് ഇഫക്റ്റിന്റെ ഭാഗമായിട്ട് ആദിത്യ, ശ്രീ, അഭിഷേക്, ശ്രീയ, അർച്ചനയൊക്കെ ഇടുന്നുണ്ട്. അർജുൻ, പ്ലീസ് പോസ്റ്റ് റെസ്പോൺസസ്. നിവേദിത, as a result of this migration of pi electrons, the compound is becoming polar. Okay, polar nature. ഇനി ശ്രദ്ധിക്കുക, ഇലക്ട്രോൺ പെയർ ഈ കോമ്പൗണ്ടിന് ഉള്ളിലേക്ക് കൊടുത്തതാണ്. അതായത് ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇല്ലേ, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ടു ദ കോൺജുഗേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ അകത്തേക്ക് കൊടുത്താൽ this effect is called as plus R effect or plus M effect. ഇനി ഇതേ സാധനം ശ്രദ്ധിക്കുക, ഇതേ സാധനം കോൺജുഗേറ്റഡ് സിസ്റ്റത്തിൽ നിന്ന് ഈ നൈട്രജനിലേക്ക് ഇങ്ങോട്ടാണ് വന്നതെങ്കിൽ കോൺജുഗേറ്റഡ് സിസ്റ്റത്തിന് away from the ഇത് towards to the conjugated system. കോൺജുഗേറ്റഡ് സിസ്റ്റത്തിന്റെ ഉള്ളിലേക്കാണ് ഈ ഇലക്ട്രോൺ പോയത്. മറിച്ച് ഈ ഇലക്ട്രോൺ ഒരു വരാന്ന് വെച്ചാൽ 2 ഇലക്ട്രോൺ ആണല്ലോ, ഈ ഇലക്ട്രോൺ അങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ അങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ away from the conjugated system, lone pair of electrons away from the conjugated system ആണെങ്കിൽ it is minus R effect. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ഒരാളും നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. മൈനസ് ആർ effect പക്ക പറഞ്ഞോ? പേട്ടച്ചില്ലേ നമ്മള് എന്താണ് പ്ലസ് ആർ എഫക്റ്റ്, എന്താണ് മൈനസ് ആർ എഫക്റ്റ് എന്ന് വരെ പഠിച്ചു. ഈ ഇലക്ട്രോൺ ഈ കോൺജുഗേറ്റഡ് സിസ്റ്റത്തിന്റെ ഉള്ളിലേക്കാണ് പോകുന്നതെങ്കിൽ, ഇതിന്റെ ഉള്ളിലേക്കാണ് വരുന്നതെങ്കിൽ ദാറ്റ് ഈസ് പ്ലസ് ആർ എഫക്റ്റ്. ഇനി ഇലക്ട്രോൺ ആ നൈട്രജൻ അങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ, ഇതിപ്പോ ഓക്സിജൻ ഇങ്ങോട്ട് കൊടുക്കുക ചെയ്ത ഇലക്ട്രോൺ,
ഓക്സിജൻ ഇങ്ങോട്ട് റിങ്ങിനകത്തേക്ക് ഇലക്ട്രോൺ കൊടുത്താൽ പ്ലസ് ആർ ഇഫക്റ്റ്. നൈട്രജൻ അങ്ങോട്ട് ഇലക്ട്രോൺ എടുത്താൽ മൈനസ് ആർ ഇഫക്റ്റ്. ഇസ് ഇറ്റ് ഓക്കെ ഓർ നോട്ട്? പ്ലീസ് ടെൽ മീ. പ്ലീസ് ടെൽ മീ. യെസ്. ഇതിന് എക്സാമ്പിൾ ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ എക്സെട്ര. പ്ലസ് ആർ ഇഫക്റ്റിന്റെ ഗ്രൂപ്പുകൾ. പ്ലസ് ആർ ഇഫക്റ്റിന് എക്സാമ്പിൾ, പ്ലസ് ആർ ഇഫക്റ്റിന് എക്സാമ്പിൾ, മൈനസ് ആർ ഇഫക്റ്റിന് എക്സാമ്പിൾ. മൈനസ് ആർ ഇഫക്റ്റിന് എക്സാമ്പിൾ ആസിഡ് ഗ്രൂപ്പ്, ആൽഡിഹൈഡ്, കീറ്റോൺ എക്സെട്ര. അടിപൊളിയായില്ലേ? ഇനി എന്ത് വേണം? റെസണൻസ് ഇഫക്റ്റ് പൊളിച്ചു അല്ലെ ആദിത്യൻ? ഈ സൂര്യയെ കാണാനില്ലല്ലോ. നിങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് റെസണൻസ് എഫക്റ്റ് അറിയുമായിരുന്നോ? ഇത്രയും പെടയായിട്ട് റെസണൻസ് എഫക്റ്റ് അറിയുമായിരുന്നോ? പൂർവിക മാത്രം പാവം പറഞ്ഞു സത്യമായിട്ട്. ഇല്ല സാർ, ഇപ്പോഴാണ് സാർ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞത്. ഇപ്പൊ ആയി സാർ. വെരി ഗുഡ് ആദിത്യശ്രീ. ഇന്നലത്തെ മാത്സ് എല്ലാം നല്ലോണം മനസ്സിലായോ? ഇന്നലെ വൈകുന്നേരം സാറ് പഠിപ്പിച്ച മാത്തമാറ്റിക്സ് നന്നായിട്ട് മനസ്സിലായോ? അതോ വെറുതെ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയണം? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ സാറ് മാത്സ് എടുക്കുമ്പോ? സാറ് മാത്സ് എടുക്കുമ്പോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അത് കെമിസ്ട്രി പോലെ ഇല്ല സാർ, ഡിഫറെന്റ് ആയിട്ട് അല്ലേ? ദാറ്റ് ഈസ് മാത്സ്. എനിക്ക് മാത്സ് പഠിപ്പിക്കാൻ ഏറ്റവും ഇഷ്ടം, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ. നമുക്ക് ഒരു ഇഫക്റ്റും കൂടി വേഗം നോക്കിയാലോ? റെസണൻസ് ഇഫക്റ്റ് ആണ് കുറച്ച് ലെങ്തി. അപ്പൊ നമ്മൾ ഇൻഡക്റ്റീവ് എഫക്റ്റ് കഴിഞ്ഞു, റെസണൻസ് ഇഫക്റ്റ് കഴിഞ്ഞു. നൗ വി ആർ മൂവിങ് ഇൻ ടു ടേക്ക് ഓൺ ദ ഹെഡിങ് ഇലക്ട്രോമെറിക് ഇഫക്റ്റ്. അർജുന് ചാറ്റ് ബോക്സ് കാണാത്ത കാരണം ചാറ്റ് ബോക്സ് പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ആര് മെസ്സേജ് ഇട്ടാലും നമുക്കാണ് കാണുക, എനിക്കാണ് കാണുക. അപ്പൊ അർജുൻ ചാറ്റ് ബോക്സിൽ ഒന്നും കാണാത്തത് കൊണ്ട് ആരും ഒന്നും ഇടുന്നില്ല എന്ന് വിചാരിക്കരുത്. അർജുനും കൂടി എന്തെങ്കിലുമൊക്കെ പങ്കെടുക്കണം ഈ കളിയിൽ. എത്ര രസമായിട്ട് റെസണൻസ് എഫക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്തത്. ഓക്കെ. പിന്നെ എല്ലാവരോടായിട്ട് +1 KBS അക്കാഡമി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ, +1 KBS അക്കാഡമി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഈ 5 AM ക്ലാസ്സിന്റെ കുറച്ച് മുന്നത്തെ റെക്കോർഡഡ് ക്ലാസ്സസ് ഇട്ടിട്ടുണ്ട്. അതും കൂടി പറ്റുമെങ്കിൽ കണ്ടാൽ നന്നായിരുന്നു. അത് സ്ഥിരം ഇടില്ല. ഞാൻ ഈ ആദ്യത്തെ വെൽക്കം ഓഫർ എന്ന് പറയുന്ന പോലെ ആദ്യം കുറച്ച് നിങ്ങളൊന്ന് സ്റ്റേബിൾ ആവാൻ വേണ്ടി ചെയ്തു തരുന്ന സഹായമാണ്. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ക്ലാസ് 5 AM ക്ലാസ്, ഏർലി മോർണിംഗ് ക്ലാസ് യൂട്യൂബിൽ +1 KBS എന്ന് പറഞ്ഞ ചാനലുണ്ട്. യൂട്യൂബിൽ +1 KBS എന്ന് പറഞ്ഞ ചാനലുണ്ട്. അതിൽ ഈ 5 AM ക്ലാസ്സിന്റെ റെക്കോർഡിങ്സ് ഇടുന്നുണ്ട്. അത് സ്ഥിരമായിട്ട് കിട്ടില്ല, കുറച്ച് ദിവസം കഴിഞ്ഞ് അത് സ്റ്റോപ്പ് ചെയ്യുക. അപ്പൊ അതിന് മുമ്പ് കാണേണ്ടവർ കാണും. ഓക്കെ, എല്ലാവരും കേട്ടല്ലോ? നെക്സ്റ്റ്, ഇലക്ട്രോമെറിക് ഇഫക്റ്റ്. ഇലക്ട്രോമെറിക് ഇഫക്റ്റ്, take down electromeric effect. Now I have one question for you, my dear students. നമ്മൾ പഠിച്ച ഇൻഡക്റ്റീവ് ഇഫക്റ്റില്, നമ്മൾ ഇന്നലെ പഠിച്ച ഇൻഡക്റ്റീവ് ഇഫക്റ്റില് ഏത് ടൈപ്പ് ഇലക്ട്രോൺസ് ആണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്? നമ്മൾ ഇന്നലെ പഠിച്ച ഇൻഡക്റ്റീവ് ഇഫക്റ്റില് ഏത് ടൈപ്പ് ഇലക്ട്രോൺസ് ആണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്? ആദിത്യശ്രീ ആൻസേർഡ് വിത്ത് സിഗ്മ, ഊർവിക വിത്ത് സിഗ്മ, ലയ വിത്ത് സിഗ്മ, ഷോയബ് വിത്ത് സിഗ്മ, മാളവിക വിത്ത് സിഗ്മ. വെരി ഗുഡ്. സിഗ്മ ഇലക്ട്രോൺസ് ആണ് മൈഗ്രേറ്റ് ചെയ്തത്. നിവേദിത സിംഗം എന്നിട്ടുണ്ട്, സിംഗം സിഗ്മയാണ്, സ്പെല്ലിംഗ് തെറ്റിയതാണ്. അപ്പൊ അടുത്ത ചോദ്യം റെസണൻസ് ഇഫക്റ്റില്
റെസണൻസ് ഇഫക്റ്റില് അതാ ആൻസർ വന്നു യശസ്വിന്. ഏത് ടൈപ്പ് ഇലക്ട്രോൺസ് ആണ് ഒഴുകിയത്? പൈ. വെരി ഗുഡ്. അർജുൻ ഇട്ട് തുടങ്ങി. വെരി ഗുഡ്. പൈ. റെസണൻസ് ഇഫക്റ്റില് പൈ ഇലക്ട്രോൺസ് ആണ് ഒഴുകി തുടങ്ങിയത്. റെസണൻസ് ഇഫക്റ്റില് പൈ ഇലക്ട്രോൺസ് ആണ് ഒഴുകി തുടങ്ങിയത്. റെസണൻസ് ഇഫക്റ്റില് പൈ ഇലക്ട്രോൺസ് ആണ് ഒഴുകി തുടങ്ങിയത്. ഫെന്റാസ്റ്റിക്. ഗുഡ്. അപ്പൊ ഇൻഡക്റ്റീവ് ഇഫക്റ്റില് സിഗ്മ ഇലക്ട്രോൺസ് ആണ് സാർ. റെസണൻസ് ഇഫക്റ്റില് പൈ ഇലക്ട്രോൺസ് ആണ് സാർ. അപ്പൊ ഇലക്ട്രോമെറിക് ഇഫക്റ്റില് എന്തായിരിക്കും? ഒരു സിഗ്മ ഇലക്ട്രോണിന്റെ ഒഴുക്കും പഠിച്ചു, പൈ ഇലക്ട്രോണിന്റെ ഒഴുക്കും പഠിച്ചു. ഇവിടെ ഏത് ടൈപ്പ് ഇലക്ട്രോൺസ് ആയിരിക്കും ഒഴുകുക, മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക? പ്ലീസ് പോസ്റ്റ് യുവർ ആൻസേഴ്സ്. മഞ്ജു പറയുന്നത് ബോത്ത് എന്ന്. ലയം പറയുന്നത് വെരി സോറി, എന്റെ പൊന്നു മക്കൾ മനസ്സിലാക്കണം, ഇവിടെയും പൈ ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോമെറിക് ഇഫക്റ്റ് മീൻസ് it includes or it involves the complete transfer of it involves the complete transfer of pi electron of a multiple bond. Pi electron of a multiple bond to one of the bonded atom. One of the bonded atom in presence of an attacking reagent. Super. Super. That important. Pi electrons complete ആയിട്ട് ട്രാൻസ്ഫർ ആവും. എവിടേക്ക്? ഒരു ആറ്റത്തിലേക്ക്. ടു വൺ ഓഫ് ദ ബോണ്ടഡ് ആറ്റം. രണ്ട് ആറ്റം ഉണ്ടെങ്കിൽ അതിൽ ഒരു ആറ്റത്തിലേക്ക് പൈ ഇലക്ട്രോൺ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ആവും. വെറുതെ അല്ല, ഇൻ പ്രസൻസ് ഓഫ് ആൻ അറ്റാക്കിംഗ് റിയേജന്റ്. In presence of an attacking reagent. 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 How many of you got this? Simple അല്ലേ? Yes. ഈ സാർ വിവരിച്ച് കാണിച്ചു തരുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. കാർബണിന്റെ വാലൻസി 4 ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരച്ചത്. ഓക്കെ, സോ ഇതാണ് മൾട്ടിപ്പിൾ ബോണ്ട്. മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അവിടെ പൈ ഇലക്ട്രോൺ ഉണ്ടാവും. പൈ ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ആയിട്ട് ഒരു ആറ്റത്തിലേക്ക് പോകും. ഇത് നമുക്ക് ഇവിടെ ബോണ്ടഡ് ആറ്റം എന്ന് പറയുമ്പോൾ ഇത് 2 എണ്ണം ഉണ്ട്. ഇതും ബോണ്ടഡ് ആറ്റമാണ്, ഇതും ബോണ്ടിലുണ്ട്, ഇതും ബോണ്ടിലുണ്ട്. ഈ 2 ബോണ്ടഡ് ആറ്റംസിലേക്ക് ഒന്നിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് പൈ ഇലക്ട്രോൺസ്. 2 കാർബൺ ഉണ്ടായിരുന്നു, രണ്ടും പരസ്പരം ബോണ്ടഡ് ആണ്. Here there are 2 carbon atoms. Both of them are bonded through double bond, multiple bond. That means there is pi electrons inside. ഇവിടെ 2 bonded atoms ഉണ്ട്. ഈ bonded atomsന്റെ ഇടയിലുള്ളതാണ് ഡബിൾ ബോണ്ട്. ഇവിടെ നന്നായി ശ്രദ്ധിക്കുക, 2 bonded atoms ഉണ്ട്. ബോണ്ടഡ് ആറ്റംസിന്റെ നടുക്കുള്ള ബോണ്ടാണ് ഡബിൾ ബോണ്ട്. ഈ ഡബിൾ ബോണ്ടിലുള്ള ഒരു പൈ ഇലക്ട്രോൺ കംപ്ലീറ്റ് ആയിട്ട് വൺ ഓഫ് ദ ആറ്റത്തിലേക്ക് transfer of pi electrons, complete transfer of pi electrons of a multiple bond. Of a multiple bond എഴുതിക്കോട്ടോ. മൾട്ടിപ്പിൾ ബോണ്ടിലുള്ള പൈ ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ആയിട്ട് വൺ ഓഫ് ദ ആറ്റത്തിലേക്ക് പോകും. കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് പൈ ഇലക്ട്രോൺസ് ടു വൺ ഓഫ് ദ ബോണ്ടഡ് ആറ്റം.
രണ്ട് പേരുണ്ടെങ്കിൽ ഇടയിലുള്ള ഡബിൾ ബോണ്ടിലുള്ള പൈ ഇലക്ട്രോൺ കംപ്ലീറ്റ് ആയിട്ട് ഒരാളിലേക്ക് പോകും. കംപ്ലീറ്റ് ആയിട്ട് ഒരാളിലേക്ക് പോകും ഇൻ പ്രസൻസ് ഓഫ് ആൻ അറ്റാക്കിംഗ് റിയേജന്റ്. ഇവിടെ ഫോർ എക്സാമ്പിൾ H+ പറയുന്ന സാധനം എടുക്കുക. ഇതാണ് അറ്റാക്കിംഗ് റിയേജന്റ്. ഒരു അറ്റാക്കിംഗ് റിയേജന്റിന്റെ പ്രസൻസിൽ മാത്രമേ ഇത് നടക്കുള്ളൂ. അറ്റാക്കിംഗ് റിയേജന്റിന്റെ പ്രസൻസിൽ മാത്രമേ ഇത് നടക്കുള്ളൂ. സോ ഈ ബോണ്ട് കംപ്ലീറ്റ് ഇങ്ങോട്ട് മാറിയിട്ട് ഈ കാല് വെച്ചിട്ട് ഹൈഡ്രജനെ നിലനിർത്തും. ഈ കാല് വെച്ച് നോക്കിക്കോ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കംപ്ലീറ്റ് ട്രാൻസ്ഫർ ആയി. ഇവിടെ നിന്നുള്ള ഒരു ബോണ്ട് പൈ ബോണ്ട് അങ്ങനെ അങ്ങോട്ട് ട്രാൻസ്ഫർ ആയി. എന്നിട്ട് ശ്രദ്ധിക്കുക, ആ എടുത്ത ബോണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ഉപയോഗിച്ച അറ്റാക്കിംഗ് റിയേജന്റ് ഇവിടെ കയറും. ഇതിൽ ആരാ നഷ്ടപ്പെടുത്തിയ ആള്, ആരാ പാവപ്പെട്ട ആളിന് പ്ലസും മറ്റേ ആൾക്ക് മൈനസും കിട്ടും. പാവപ്പെട്ട ആൾക്ക് പ്ലസ് കിട്ടും. ഈ ഗോട്ട് ഇറ്റ്. നഷ്ടപ്പെടുത്തിയ ആള് നോക്ക്, ഇവര് രണ്ടുപേരും കൂടി ഡബിൾ ബോണ്ട് പങ്കിട്ട് എടുക്കായിരുന്നു. ഡബിൾ ബോണ്ടിനകത്ത് പൈ ഇലക്ട്രോൺസ് ഉണ്ട്. അറ്റാക്കിംഗ് റിയേജന്റിന്റെ പ്രസൻസില് പൈ ഇലക്ട്രോൺസ് കംപ്ലീറ്റ്ലി ഗെറ്റ് ട്രാൻസ്ഫേർഡ് ടു വൺ ഓഫ് ദ ബോണ്ടഡ് ആറ്റം. അപ്പൊ ഈ ഒരു ബോണ്ട് അങ്ങനെ ഈ കാർബണിന് കിട്ടി. ഇപ്പൊ ഈ കാർബണിന് 3 എണ്ണം ഉണ്ട്. നോക്ക് 1 2 3. പണ്ട് 2 ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് ആയിട്ട് അതെടുത്തു. ഈ ഡബിൾ ബോണ്ടിലുള്ള ഒരു ബോണ്ട് അത് മാത്രമായിട്ട് ഇത് രണ്ടുപേർക്കും പങ്കുണ്ടായിരുന്നു. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് അത് അടിച്ചെടുത്തു. എന്നിട്ട് ആ കാല് ഉപയോഗിച്ച് ഇവിടുന്ന് അടിച്ചെടുത്ത കാല് ഉപയോഗിച്ച് അറ്റാക്കിംഗ് റിയേജന്റിനെ നിർത്തി. ഇനി ഇവിടെ പ്ലസ് ഇടണ്ട കേട്ടോ. പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഹൈഡ്രജന് പ്ലസ് ഇല്ല. വെരി സോറി, പിന്നെ പ്ലസ് ഇല്ല. ഈ ഹൈഡ്രജനെ വെറുതെ ഇരുന്നു. അറ്റാക്കിംഗ് റിയേജന്റിന്റെ പ്രസൻസില് ഇൻ പ്രസൻസ് ഓഫ് ആൻ അറ്റാക്കിംഗ് റിയേജന്റ് the pi electrons from this unsaturated bond, ഈ ഡബിൾ ബോണ്ടിലുള്ള പൈ ഇലക്ട്രോൺസ് കംപ്ലീറ്റ് വൺ ഓഫ് ദ ആറ്റത്തിലേക്ക് ഒരു ആറ്റം അടിച്ചെടുക്കും. ഈ ആറ്റം അടിച്ചെടുത്തത് കൊണ്ടാണ് ഇവൻ ദുഷ്ടൻ. ഇവൻ പാവപ്പെട്ടവനായതുകൊണ്ട് ഇവന് പ്ലസ് കൊടുത്തു. ഇവൻ അടിച്ചെടുത്ത കാലുപയോഗിച്ച് അറ്റാക്കിംഗ് റിയേജന്റിനെ അവന്റെ കൂടെ നിർത്തി. അടിച്ചു മാറ്റിയ കാലുപയോഗിച്ച് അറ്റാക്കിംഗ് റിയേജന്റിനെ അവൻ നിർത്തി. ഹൗ ഈസ് ദിസ്? How is this? Is it easy or not? Understood or not? Easy. അപ്പൊ ഇത് എന്തിന്റെ പ്രസൻസിൽ മാത്രമേ നടക്കുള്ളൂ? ആദിത്യശ്രീ, ഈ രണ്ടാമത്തെ കാർബണിലേക്ക് തന്നെ പോണെന്ന് സ്പെസിഫിസിറ്റി ഇല്ല. ശരിക്കും അവിടെ ഓൾറെഡി അവിടെ ഒരു ഇലക്ട്രോനെഗറ്റീവ് എലിമെന്റ് ഉണ്ട്. അതായത് പോളാർ ആയിരിക്കും. പോളാർ നേച്ചർ ഉള്ളവിടെ നമ്മൾ ഇത്തിരി വീക്കായിട്ട് നിൽക്കുന്ന ആളിലേക്ക് കയറും. സാർ ഫസ്റ്റ് കാർബൺസിന്റെ വാലൻസി ഓക്കെ ആവില്ലല്ലോ. അത് ഓക്കെ ആവാത്തത് കൊണ്ടാണ് നമ്മൾ അവിടെ പ്ലസ് ഇട്ട് കൊടുത്തത്. ചാർജ് വന്നു കഴിഞ്ഞാൽ പിന്നെ വാലൻസി നോക്കണ്ട. യശസ്വിനി, നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ തീർക്കണം. സാറോട് ധൈര്യമായിട്ട് ചോദിക്കണം. പ്ലസ് ചാർജ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ബോണ്ടിന്റെ ആവശ്യമില്ല. ബോണ്ട് വാലൻസി സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് നോക്കണ്ട. അതിനാണ് ഈ ചാർജ് ഇടുന്നത്. വാലൻസി എഫക്റ്റ് ആയ ഇവിടെ ചാർജ് ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട. യു ഗോട്ട് ഇറ്റ് ഓർ നോട്ട്? യെസ്. ചാർജ് വന്നു കഴിഞ്ഞാൽ പിന്നെ വാലൻസി 4 ആയില്ലല്ലോ എന്ന് മറ്റു വിഷമിക്കണ്ട. അവിടെ വാലൻസി ഇഫക്റ്റ് ആയത് ചാർജിലൂടെ കാണിക്കാം. ചാർജ് വന്നത് അങ്ങനെയാണ്, വാലൻസി എഫക്റ്റ് ആയിട്ടുണ്ട് എന്ന്. ക്ലിയർ ആയോ? ഇനി ഈ ട്രാൻസ്ഫർ നടക്കുന്നത് ഇഫ് ദ ട്രാൻസ്ഫർ ഓഫ് പൈ ഇലക്ട്രോൺസ് ഈസ് ടുവേർഡ്സ് അറ്റാക്കിംഗ് റിയേജന്റ്. ടുവേർഡ്സ് അറ്റാക്കിംഗ് റിയേജന്റിന്റെ ഭാഗത്തേക്കാണ് പൈ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ആയതെങ്കിൽ അതിനെ പറയുന്ന പേര് പ്ലസ് ഇ ഇഫക്റ്റ്. ഇനി
away from the attacking reagent ആണെങ്കിൽ away from the attacking reagent ആണെങ്കിൽ away from the attacking reagent ആണെങ്കിൽ it is minus E effect. Please note this. അറ്റാക്കിംഗ് റിയേജന്റിലേക്കാണ് പോകുന്നതെങ്കിൽ ഇറ്റ് ഈസ് പ്ലസ് ഇ ഇഫക്ട്. എവേ ഫ്രം ദ അറ്റാക്കിംഗ് റിയേജന്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് മൈനസ് ഇ ഇഫക്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെ പഠിച്ചടാ? ഇതൊക്കെ എങ്ങനെ പഠിച്ച്? Is it clear? Clear or not? Yes. നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് തരുന്നുണ്ട്. സമയം അറിയാം, പക്ഷെ 10 മിനിറ്റ് തുടങ്ങാൻ വൈകിയാൽ 45 എന്നുള്ളത് 55 വിടുള്ളൂ ബാച്ച്. അപ്പൊ കറക്റ്റ് 55 ഒന്ന് നോക്കാം. ഇനി നിങ്ങൾ എനിക്ക് നാളെ ഉപകാരം ചെയ്യേണ്ടത് നാളെ നിങ്ങളുടെ അസൈൻമെന്റ് ടെമ്പററി ഇഫക്റ്റ്, പെർമനന്റ് ഇഫക്റ്റ്. ഇപ്പൊ നമ്മൾ 3 ഇഫക്റ്റ് പഠിച്ചു. ഏതൊക്കെ ഇഫക്റ്റാ പഠിച്ചത്? നമ്മൾ ഏതൊക്കെ പഠിച്ചു? ഇൻഡക്റ്റീവ് ഇഫക്റ്റ് പഠിച്ചു. പറയേ, ഇൻഡക്റ്റീവ് ഇഫക്റ്റ് പഠിച്ചു. പിന്നെ റെസൊണൻസ് ഇഫക്റ്റ് പഠിച്ചു, അല്ലെങ്കിൽ മീസോമെറിക് ഇഫക്റ്റ് പഠിച്ചു. പിന്നെ ഇപ്പൊ ലാസ്റ്റ് ഏതാ പഠിച്ചത്? ഇലക്ട്രോമെറിക് ഇഫക്റ്റ് പഠിച്ചു. ഇലക്ട്രോമെറിക് ഇഫക്റ്റ് പഠിച്ചു. ഇലക്ട്രോമെറിക് ഇഫക്റ്റ് പഠിച്ചു. ഈ 3 ഇഫക്റ്റില് ഏതൊക്കെ പെർമനന്റ്, ഏതൊക്കെ ടെമ്പററി എന്നുള്ളത് നാളെ എഴുതിയിട്ട് വരുമോ? ഈ 3 ഇഫക്റ്റിൽ ഏതൊക്കെ പെർമനന്റ്, അതിന്റെ കൂട്ടത്തിൽ ഒന്നും കൂടി എഴുതിക്കാം, ഹൈപ്പർ കോൺജുഗേഷൻ. ഹൈപ്പർ കോൺജുഗേഷൻ ഇത് നാളെ എടുക്കുമല്ലോ എന്തായാലും. അപ്പൊ ഹൈപ്പർ കോൺജുഗേഷൻ, ഈ 4 ഇഫക്റ്റില് ഏതൊക്കെ പെർമനന്റ്, ഏതൊക്കെ ടെമ്പററി എന്ന് നാളെ എഴുതിയിട്ട് വരുമോ? എത്ര പേര് എഴുതിയിട്ട് വരും? ഞാൻ 4 ഇഫക്റ്റ് തന്നിട്ടുണ്ട്. നമ്മളിൽ 3 എണ്ണം പഠിച്ചു. നാളെ ഹൈപ്പർ കോൺജുഗേഷൻ എടുക്കാം. ഈ 4 എണ്ണത്തില് ഏതൊക്കെ പെർമനന്റ് ഇഫക്റ്റ്, ഏതൊക്കെ ടെമ്പററി ഇഫക്റ്റ് നാളെ എഴുതിയിട്ട് വരുമോ? അനകമോള് നല്ല ഉറക്ക ക്ഷീണം ഉണ്ടല്ലോ, ശ്രദ്ധിക്കുമോളെ ട്ടാ. ഇത്തിരി കഷ്ടപ്പെട്ടതിനെ 2 കൊല്ലം ഇങ്ങനെ സെറ്റ് ആവും ട്ടാ. നമുക്ക് ഫ്യൂച്ചർ സെറ്റ് ആക്കണം. ഷുഹൈബ് ഇത്തിരി ഉഷാറായിട്ടിരിക്കേ. ജീഷോ അപ്പൊ നാളെ എഴുതിയിട്ട് വരിക. ഞാൻ 5:45 വിടാന്ന് പറഞ്ഞിട്ട് 6 മണി ആവാൻ കാരണം തുടക്കത്തിൽ നിങ്ങൾ 10 മിനിറ്റ് എടുക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ 10 മിനിറ്റ് എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ എൻ്റെ ലാസ്റ്റ് 10 മിനിറ്റ് എടുക്കുന്നത്. അല്ലെങ്കിൽ 5 മണി മുതൽ 5:45 വരെയാണ് ക്ലാസ്. നമ്മൾ തുടങ്ങാൻ 5 മിനിറ്റ്, നിങ്ങൾ കയറാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ അവസാനിപ്പിക്കാനും 5 മിനിറ്റ് വൈകുന്നു. Okay. Anyway, have a good day, my dear students. Have a nice day. You just rock. You just enjoy the process of learning. Bye bye. Thank you.